ബി.ജെ.പി. അധികാരത്തിൽ വന്നതോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഓട്ടപ്പാച്ചിലാണ്. ചെയർപേഴ്സൺമാരും നഗരസഭകളിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ കൗൺസിലർമാർ പലരും രാജിവെക്കുന്നു. മുൻകാല നടപടികൾ അന്വേഷിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ TMC ഇനി ബംഗാളിൽ നിന്ന് അപ്രത്യക്ഷമാകുമോ? ഇല്ല, തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ അപ്രത്യക്ഷമാവില്ല. തോറ്റു ഒരു സെറ്റ് ബാക്കാണ് അവർക്ക്. തീർച്ചയായിട്ടും അത് അവരുടെ കയ്യിലിരിപ്പ് കാരണം നടന്ന പരാജയമാണ്, നേടിയ പരാജയമാണ്. ഇപ്പോൾ അവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2001 അവർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് അവർക്ക് 60 സീറ്റ് കിട്ടി. 2001 2006 ആയപ്പോൾ അത് പിന്നെയും അവരുടെ ഈ പെരുമാറ്റവും സമരവും ബഹളത കാരണം 60 നിന്ന് 30 കുറഞ്ഞു. ദെൻ 2006 അവർ അധികാരത്തിൽ വന്നു. 2006 കുറച്ചുകൂടി കൂടുതൽ സീറ്റ് പിടിച്ചു. 2001 60 സീറ്റും 2006 30 സീറ്റായി. 2011 അവർ 180 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വന്നു. 2011 16 21 വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമത ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തള്ളിക്കയറ്റി ജയിച്ചത്. അതിപ്പോൾ എക്സ്പോസ്ഡായി അവർ. അതോടുകൂടി അവർ തോറ്റു. കാരണം ഈ സാധാരണ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹൈന്ദവരെയൊക്കെ കണ്ടുവാനും പീഡിപ്പിച്ചിരുന്നവർ, ഇസ്ലാമിക് തീവ്രവാദികളും ഇസ്ലാമിക് ഗുണ്ടകളും കൂടി ഹൈന്ദവരെ കണ്ടുവാനും പീഡിപ്പിച്ചിരുന്നു. അതൊന്നും നമ്മുടെ പത്രങ്ങൾ എഴുതൂല, അല്ലെങ്കിൽ TV ചാനലുകൾ കാണിക്കില്ല. അത്രമാത്രം മോശം കാര്യങ്ങളാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2011 2016 2021 ഈ പാർട്ടി ജയിച്ചുല്ലോ, വൻ ഭൂരിപക്ഷം നേടിയല്ലോ. ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി അവർ ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. അപ്പോൾ അവർക്കെന്തോ ഒരു ഭയം. കാരണം ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ സാനിറ്റൈസ് ചെയ്തു, SIR കൊണ്ടുവന്നിട്ട് വ്യാജ വോട്ടർമാരെ മുഴുവൻ പറഞ്ഞു വിടും. അപ്പോൾ കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡിലീറ്റഡ് ആൻഡ് നൗ വി വിൽ ബി ഡിപ്പോർട്ടിങ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എന്ത് ചെയ്യും, ഈ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് റാങ്ക് ലീഡർഷിപ്പ് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് അവർ കഴിയുന്നതും ഈ മമതയിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നവർ. അവർക്ക് പിന്നെ പെട്ടെന്ന് BJPയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം TMCയുടെ 80 MLAമാരുടെ യോഗം മമത വിളിച്ചിട്ട് 36 പേരെ പങ്കെടുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പകുതി പേര് പോലും പങ്കെടുത്തില്ല. അതിനു മുമ്പ് അവരുടെ കൽക്കത്തയിലെ വീട്ടിൽ വെച്ചൊരു യോഗം കൂടിയപ്പോൾ ഇത് ആദ്യമായിട്ട് മമതാ ബാനർജിയുടെ അടുത്ത് 35 36 MLAമാർ പൊട്ടിത്തെറിച്ചു. നിങ്ങളെന്തുകൊണ്ടാണ് വീട്ടിൽ വെച്ച് യോഗം വിളിക്കണേ? ഏതെങ്കിലും ഹാളിലോ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമതയുടെ കൂടെ മമതയുടെ മരുമകൻ ഭാവി മുഖ്യമന്ത്രി അഭിഷേക് ബാനർജി ഉണ്ടായിരുന്നു. അയാളുടെ വലിയ പരാജയമാണ് അത്. അതുകൂടാണ്ട് ഈ MLAമാരിൽ നിന്നും പലരും എന്താണ് അവസരം കിട്ടിയാൽ എവിടേക്കെങ്കിലും ചാടാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ഏറെക്കൂറും BJPയിലേക്കായിരിക്കും പോവുക. BJPക്ക് പക്ഷേ ഇനിയിപ്പോൾ അവരെ കൊണ്ടൊന്നും പ്രയോജനമില്ല. ഭരിക്കാനായിട്ട് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഇത് ഈ MLAമാരെ ഒരുമിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ മമതയ്ക്ക് ഒരു വലിയ പ്രശ്നം നേരിടേണ്ടി വരും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിനെ അവർക്ക് ജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് ഈ MLAമാരെ നിലനിർത്താനാണ് അവർ ശ്രമിക്കുക മിക്കവാറും. വേറെ ഒരു കാര്യമുള്ളത്, ഈ കോർപ്പറേഷൻ കൗൺസിലർമാരും മേയർമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ഒക്കെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ മുഴുവനും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയൊക്കെയാണ് TMCയിൽ ചേർത്തതും ഇലക്ഷൻ നിന്ന് ജയിപ്പിച്ചതും. അവർ മുൾമുനയിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു അവർ മുഴുവനും. അതേ രീതിയിലാണ് മമതാ ബാനർജി അവരോട് പെരുമാറിയിരുന്നത്. അവർക്കൊരു ശ്വാസം വിടാനായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ കംഫർട്ട് സോൺ എവിടെയാണെന്ന് വെച്ചാൽ അവർ അവിടേക്ക് മാറും. അപ്പോൾ അതിൽ ഈ കൗൺസിലർമാരും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും മുനിസിപ്പാലിറ്റി ചെയർമാൻമാരും മേയർമാരും ഒക്കെ മാറാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി BJPയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. BJP അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കോൺഗ്രസും CPM ഇപ്പോൾ സജീവമായി തുടങ്ങി. ഇവർ വന്ന് കൊടുത്ത സ്വാതന്ത്ര്യം,
BJP സർക്കാർ കൊടുത്ത സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് CPIM കോൺഗ്രസും വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അവർ BJPക്ക് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പെരുമാറിയ നിങ്ങൾ അധികം കാലം ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പരാജയം ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ തോൽവി നേരിടാൻ അവർക്ക് വിഷമമുണ്ട് മാനസികമായിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ദിവസം മുമ്പ് വരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് മെയ് 4-ാം തീയതിയാണ്. മെയ് 3-ാം തീയതി വരെ കാരണഭൂതനായിരുന്നു പിണറായി വിജയനെ വിളിച്ചിരുന്നത്. അയ്യോ അദ്ദേഹത്തിനപ്പുറത്ത് വേറെ ആരുമില്ല, രാജാവ്, ചക്രവർത്തി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാ യോഗ മീറ്റിങ്ങുകളിൽ വെച്ച് ചീത്ത വിളിക്കുകയാണ്, ശുദ്ധ ആഭാസത്തര വിളിച്ച് പറയണം അദ്ദേഹത്തിനെയും പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെയും. പിന്നെ അതിന് വളം വെച്ച് കൊടുക്കാനായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാഗേഷും പിന്നെ അതുപോലുള്ള കുറേ ആസ്മാദികളുമുണ്ട്. അപ്പോൾ ഇവർക്ക് പരാജയം പണ്ട് പറ്റുമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി പരാജയമൊക്കെ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശക്തിയായി തിരിച്ചു വരാൻ അവർ സജ്ജമാവുമായിരുന്നു. അവരിപ്പോൾ അവരുടെ ഏരിയ കമ്മിറ്റിക്ക് മുകളിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും പിണറായിനെയും പിന്നെ ഈ ഗോവിന്ദനെയും ആക്ഷേപിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടുമുള്ള പ്രമേയങ്ങളാണ് പാസ്സാവണം. അതേസമയം ഈ CPM തോറ്റതുപോലെ തന്നെ CPM തോറ്റതിന് തുല്യമായ ചുമതല ഉള്ളതാണ് CPIക്കാർ. അവരാരും ഒന്നും പറയാനുള്ള CPM. അതേസമയം CPIക്കാരാവട്ടെ പിണറായി വിജയനെയും ഗോവിന്ദനെയും പിന്നെ വഴികൂടി പോണ എല്ലാ CPMകാരുടെയും ചീത്ത പറയുന്നുണ്ട്. അപ്പം ഇത് എന്താ പറയുന്നത്, പരാജയത്തിന് അച്ഛന്മാരില്ല, അനാഥന്മാരാണ്. ഇംഗ്ലീഷ് പ്രോവർബുണ്ട്. അതേസമയം വിജയികൾക്ക് ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി നോക്കിയാൽ മതി, സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ലക്ഷക്കണക്കിന് അച്ഛന്മാരിങ്ങനെ നിൽക്കുകയാണ് ലേലം മറ്റേ ഇൻക്വിലാബും വിളിച്ചുകൊണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലെ ഒരു പതിവ് കാഴ്ചയാണിത്. തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോറ്റു, സംശയമില്ല കാര്യത്തിൽ. വളരെ ദയനീയമായിട്ടാണ് തോറ്റത്. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ശക്തി ഉള്ള ഒരു പ്രതിപക്ഷ നിരയായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കോൺഗ്രസും CPM ഇപ്പോൾ തിരിച്ചു വരിക, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരം പിടിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെവിടെ വരെ പോകുമെന്ന് അറിയാൻ പാടില്ല. ആരെങ്കിലും വോട്ട് ചെയ്യുമെന്നറിയില്ല. അവരുടെ കാലം കഴിഞ്ഞു. CPMൻ്റെ കാലം 2011 കഴിഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാലം 2026 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം മമതയുടെ പഴയ ട്രേഡ് മാർക്കറ്റ് ഇടപാടൊന്നും നടക്കില്ല അവിടെ. അവരുടെ മരുമകനാണെങ്കിൽ ഈസ് എ യൂസ്ലെസ് ക്യാരക്ടർ, മറ്റൊരു പപ്പു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും എന്താണ് അവിടെ നടക്കാൻ പോകണമെന്നുള്ളത്. മമതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി വരാൻ പോകുന്നത് ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ മമത ഇത്രയേറെ ഒരു സെറ്റ് ബാക്ക് തിരിച്ചടി നേരിട്ട് കൊണ്ട് പശ്ചിമബംഗാൾ തുടരുന്നുവെങ്കിലും വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇപ്പോൾ SIR വന്ന് കുറച്ച് പേരെ ഒഴിവായിട്ടുള്ളൂ. പക്ഷേ പൗരത്വമില്ലാത്ത അനേകം പേർ ഇവിടെ കൃത്രിമ രേഖകളുമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരുടെ മൊത്തം പാസ്റ്റ് ചകഞ്ഞ് കണ്ടെത്തി ഇവരെ വേരോടെ ഇവിടുന്ന് നീക്കിക്കഴിയുമ്പോഴത്തേക്കും മമതാ ബാനർജി എന്ത് ചെയ്യും? അവർക്ക് സാധാരണ ഈ ഭാരതീയരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തനം നടത്താം. BJP ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. അവരുടെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയുണ്ട്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അത് നോക്കിയിട്ട് ആ വീക്ക്നെസ്സിനെയും ഷോർട്ട് കമ്മിങ്ങിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എഴുതിത്തള്ളാറായിട്ടില്ല അവർ. പക്ഷേ ദീർഘകാലം അങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുള്ള മമതാ ബാനർജി എന്ന് പറയുന്ന ബംഗാൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് അവർക്ക് പ്രോമിനൻസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവരുടെ പെരുമാറ്റമൊക്കെ വളരെയധികം തരം താണ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. പ്രധാനമന്ത്രിയുടെ അടുത്താണെങ്കിലും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ അടുത്താണെങ്കിലും. ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ച് ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് ബംഗാളിൽ നിന്ന് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതിന് ഒരു മാറ്റം വരും. അതിന് മാറ്റം വരുത്തിയാൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുക മമതാ ബാനർജിക്കായിരിക്കും. BJPക്ക് കിട്ടണേക്കാളും കൂടുതൽ ക്രെഡിറ്റ് മമതാ ബാനർജിക്ക് കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യണം. നമുക്കത് എങ്ങനെയാണ് പോണേന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. രാഷ്ട്രീയ ഭാവി അവർക്ക് നിശ്ചയമായിട്ടുണ്ട്. അവരങ്ങനെ തോറ്റിട്ടൊന്നുമില്ല. അപ്പോൾ പിണറായി വിജയൻ നമുക്ക് എഴുതി തള്ളാം. പിണറായിയുടെ കാലം കഴിഞ്ഞു. യാഥാർത്ഥ്യം അതാണ്, അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. CPM പിടിച്ചു നിൽക്കും. കാരണം പുതിയ നേതൃത്വ നിരയിൽ ആരെങ്കിലും ഒരു
ഔട്ട് ഓഫ് ദി ബ്ലൂ ഒരു പുതിയ ഇപ്പോഴത്തെ ആൾക്കാരല്ല ഈ ബാലഗോപാലിനും മറ്റേ കുഞ്ഞിരാമന്മാരെന്ന് വിചാരിച്ച പാർട്ടിനെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ വേറെ നല്ലൊരു നേതാവ് എവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിപ്പോൾ അവർ ചിലപ്പോൾ എന്താ റിയാസ് ആയിരിക്കാം, ചിലപ്പോൾ വിവേകായിരിക്കാം. പിണറായിയുടെ മകൻ പെട്ടെന്ന് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് ജോലി രാജിവെച്ച് വന്ന ഇലക്ഷൻ നിൽക്കാനോ അല്ലെങ്കിലൊക്കെ മതി. പാർട്ടിക്കകത്ത് ഭയങ്കര പ്രശ്നമുണ്ട് അവർക്ക്. പക്ഷേ ഇതാണ് കുഴപ്പം, അവർ പിണറായിനെ സപ്പോർട്ട് ചെയ്യണില്ല. ഇവരെല്ലാം പിണറായിയുടെ ഔദാര്യം പറ്റിക്കഴിഞ്ഞ് ഇപ്പം പിണറായിനെ ചീത്ത പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അതേപോലെ മമതാ ബാനർജീനെയും ഒരു ജനങ്ങൾ TMC സപ്പോർട്ടേഴ്സും മമതാ ബാനർജീനെ അറ്റാക്ക് ചെയ്യണതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ അവരെങ്ങനെ കൈകാര്യം ചെയ്യണു എന്നുള്ളത് പോലെ ഇരിക്കും അവരുടെ ഭാവി, രാഷ്ട്രീയ ഭാവി.